തെരുവുനായ ശല്യം രൂക്ഷം, 2 പേർക്ക് കടിയേറ്റു. വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. മുപ്പത്തരം പഞ്ചായത്ത് ഓഫീസ്, ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ എന്നീ ഭാഗങ്ങളിലാണ് തെരുവുനായുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി ജീവനക്കാരി സിസിലി, പ്രദേശവാസിയായ പുരുഷൻ എന്നിവർക്കാണ് ഇന്ന് കടിയേറ്റത്. വാട്ടർ അതോറിറ്റിയിൽ ഓണാഘോഷമായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ ചേച്ചി നടന്നു വരുമ്പോൾ പട്ടി കയറി കടിച്ചെന്നാണ് വെറുതെ കയറി കടിച്ചെന്നാണ് പറയുന്നത്. പട്ടി കടിച്ചിട്ട് വിടുന്നില്ല. അങ്ങനെ ചോര പോലീസുകാരെ ഒരു വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥിയുടെ ബാഗിലാണ് കടിയേറ്റത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ വിദ്യാർത്ഥി തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. സിസിലിയെ ബിനാനിപുരം പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചും പ്രദേശവാസിയായ പുരുഷനെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം വെച്ചുമാണ് തെരുവുനായ ആക്രമിച്ചത്. ഈ ഭാഗങ്ങളിൽ റോഡിൽ നിറയെ കുഴിയായതിനാൽ ഇരുചക്രവാഹനങ്ങൾ പതിയെ പോകുമ്പോൾ തെരുവുനായകൾ ആക്രമിക്കാനായി പിന്നാലെ ഓടി വരുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് റോഡിൽ പേപ്പട്ടി ശല്യം വളരെയധികം രൂക്ഷമാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ 2 പേരെ കടിച്ച്, ഒരു കൊച്ചിനെ ഇതേപോലെ ബാഗ് കടിച്ച്, അത് കാരണം മേത്ത് കടി കിട്ടിയില്ല. റോഡാകെ താർന്നെടുക്കണം. അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് പോകുമ്പോൾ വണ്ടിയുടെ പുറകെ ഓടിച്ചിട്ടാണ്. റോഡും ശരിയല്ല, അതേപോലെ തന്നെ പട്ടി ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഇതിനെതിരെ അധികാരികൾ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ആളുകൾക്ക് ഇതേപോലെ കടിയേക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ നിലവിൽ ആ ചേച്ചീനെ കടിച്ചേക്കുന്നത് ചേച്ചിയുടെ മാംസം തീങ്ങിക്കെടുക്കുന്ന അവസ്ഥയിലാണ്. വളരെ ദുർഘടമായ അവസ്ഥയാണ്. ഇവിടുത്തെ അധികാരികളാണ് ഇതിന് ഉത്തരം പറയുന്നത്. ഇതേപോലെ ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ ഒരു സ്നേഹിതൻ പഞ്ചായത്തിൽ സെക്രട്ടറി അടുത്ത് ഇതേപോലെ പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. കുട്ടികൾ സ്കൂള്, ഇവിടെ തൊട്ടടുത്ത മദ്രസയുണ്ട്, സ്കൂളുണ്ട്, എല്ലാം ഇഷ്ടംപോലെ ചെറിയ കുട്ടികൾ ഇതിൽ ഈ റോഡ് പാസ് ചെയ്യുന്നതാണ്. ഒരു നടപടിയില്ല. പഞ്ചായത്ത് അവിടെ ഏതൊരു പട്ടീനെ കൊന്നെന്ന് പറഞ്ഞ് വാർത്തയാക്കിയിട്ട് നേരെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വാർത്ത സൃഷ്ടിക്കാനാണ് ഒരു ലക്ഷ്യം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന എന്താണെന്നോ അവരന്വേഷിച്ചിട്ട് നായശല്യം കുറക്കാൻ ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ഓടി വന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ശക്തമായ നടപടി എടുക്കണം എന്നാണ് പറയാനുള്ളത്. 2 പേർക്കും കാലിനാണ് കടിയേറ്റത്. ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. തെരുവുനായ ശല്യത്തെക്കുറിച്ച് പഞ്ചായത്ത് അധികാരികളോട് നേരത്തെ പരാതി പറഞ്ഞിരുന്നുവെന്നും ഇതുവരെയും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.